ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗൈസ്, നമ്മൾ നോക്കാൻ പോണത് അടിയിലെ അണ്ടർബെല്ലി ഇപ്പോൾ നമ്മൾ മൊത്തം അയച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെ ഡയറക്റ്റ് എങ്ങനെ സെറ്റ് ചെയ്യണമെന്നും കാര്യങ്ങളൊക്കെയാണ്. ഇത് RSൻ്റെ അണ്ടർബെല്ലിയാണ്. RS200ൻ്റെ അണ്ടർബെല്ലി NSൽ എങ്ങനെ ക്ലാമ്പ് കാര്യങ്ങളൊക്കെ അടിച്ച് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ള ഫുൾ വീഡിയോയും കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ എത്തും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, അപ്പോൾ നമ്മൾ അയച്ചിട്ട് റീപെയിൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. ഫുള്ളും ബ്ലാക്ക് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ നമ്മൾ ഒന്നുകൂടി എക്സ്ട്രാ പെയിൻറ്റ് വാങ്ങി മൊത്തം ഒന്നുകൂടി ചെയ്ത് ഇപ്പോൾ ഉണങ്ങി കഴിഞ്ഞപ്പോഴാണ് ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യാനുള്ള രീതിയിൽ ഇപ്പോൾ ചെയ്യണം. അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് ആദ്യം ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ ആയിരിക്കും, രണ്ടും സെയിം ലെങ്ത്തിൽ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് NSൽ വെക്കാൻ വേണ്ടിയിട്ട് ഇടത്ത് സൈഡിൽ ഇവിടെ നിന്ന് നമുക്ക് നൈസായിട്ടൊന്ന് കട്ട് ചെയ്ത് കളയേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ നമുക്ക് NSൻ്റെ അടിയിൽ കയറ്റാൻ നേരത്ത് ഇവിടെ ഈ സൈഡ് സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ വരണുണ്ട്. അപ്പോൾ അവിടെ തട്ടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാൻഡ് ഇടാനും കാര്യങ്ങളൊക്കെ നല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് ഈ രീതിയിൽ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് ഇവിടെ ഒരു സ്ക്രൂ ഇവിടെ ഒരു ബോൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെച്ച് കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് നേരെ എന്തായാലും അണ്ടർബെല്ലി എന്തായാലും അടിയിൽ സെറ്റ് ചെയ്തിട്ട് നമുക്ക് കാണിച്ചു തരാം. പിന്നെ അതുപോലെ തന്നെ ഇത് രണ്ട് പീസായിട്ടായിരിക്കും തന്നെ. അപ്പോൾ നമ്മൾ ഇത് രണ്ടും കൂടി ഏകദേശം സെറ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു ബോൾട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ പോരാത്ത രീതിയിലാണ് നമ്മൾ സാധനം സെറ്റ് ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ അതാണെങ്കിൽ പിന്നെ നമുക്ക് ഇവിടെ സൈഡ് ഫിറ്റ് ചെയ്ത് അപ്പുറത്തെ സൈഡ് ഫിറ്റ് ചെയ്ത് പിന്നെ നടുക്ക് കയറ്റി അങ്ങനത്തെ പ്രശ്നം കാര്യങ്ങളൊന്നും വരത്തില്ല. നമുക്ക് നേരെ തന്നെ ഇതുപോലെ തന്നെ അടിയിലേക്ക് കയറ്റി മുകളിലേക്ക് നേരെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ അതിൽ ഈ റേഡിയേറ്ററിൻ്റെ ഇവിടെ നിന്ന് നമ്മളൊരു L ഷേപ്പിൽ ഒരു ക്ലാമ്പ് നമ്മൾ ഉണ്ടാക്കി ചെയ്തെടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്നല്ല. ഇപ്പോൾ ഇതുപോലെ ഒരു രീതിയിൽ ചെറിയൊരു ക്ലാമ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ട് പിന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് NSൽ തന്നെ സ്റ്റോക്കും തന്നെ അണ്ടർബെല്ലിയുടെ ഇതിനകത്തേക്കും കണക്ട് ചെയ്യുക. പിന്നെ ബാക്ക് സൈഡിൽ ബ്രേക്കിൻ്റെ താഴെ തന്നെയായിട്ട് ഇവിടെ ഒരു കണക്ട് ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ സെയിം L ടൈപ്പിൽ നമ്മൾ ഇവിടെയും ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഈ റേഡിയേറ്ററിൻ്റെ അകത്തോളം നമുക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയാൻ പാടില്ല. ഇതിൻ്റെ അകത്ത് നമ്മളൊരു L ടൈപ്പിൽ ഒരു ക്ലാമ്പ് ചെയ്തിട്ട് അപ്പോൾ ഏകദേശം നമുക്ക് ഈ ബോൾട്ട് നേരെ ഇവിടെ സെറ്റ് ചെയ്യാൻ പാകത്തിന് അത് ഞാൻ സ്ക്രൂ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഞാൻ മൊത്തത്തിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. അപ്പോൾ നമ്മൾ അണ്ടർബെല്ലിയും കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ അണ്ടർബെല്ലിയിൽ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ഇവിടെ ഞാൻ പറഞ്ഞില്ല L പോലത്തെ ക്ലാമ്പ് ഉണ്ടാക്കിയാൽ 2 ബോൾട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ NSൻ്റെ ബ്രേക്കിൻ്റെ അടിയിൽ തന്നെ ഇവിടെ ഒരു ഹോളും കാര്യങ്ങളും ഇവിടെ നമുക്കൊരു നെട്ടും ബോൾട്ടും എക്സ്ട്രാ ഷോപ്പിൽ നിന്ന് എവിടെയെങ്കിലും വാങ്ങിയാൽ മതി. ഇവിടെയും സെറ്റ് ചെയ്യുക, ഇവിടെയും സെറ്റ് ചെയ്യുക. അപ്പോൾ തന്നെ ഏകദേശം അകത്തേക്ക് ക്ലോസ് ആയിട്ട് ഇരുന്നോളും. പിന്നെ ഈ അണ്ടർബെല്ലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 പീസായിട്ടായിരിക്കുമല്ലോ തന്നെ. അപ്പോൾ അത് രണ്ടും കൂടി ഏകദേശം വണ്ടിയിൽ വെക്കണേക്കാനും മുന്നിൽ വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ രണ്ടും കൂടിയും ഒന്ന് അടുപ്പിച്ച് വെച്ചിട്ട് ഇവിടെ നൈസായിട്ട് 2 ഹോളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് 2 നെട്ടും ബോൾട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് തന്നെ അണ്ടർബെല്ലി അവിടെ സെറ്റ് ആയിട്ടിരുന്നുള്ളൂ. അല്ലെങ്കിൽ ഇത് 2 പീസ് ആയതുകൊണ്ട് വണ്ടി ഓടിക്കുമ്പോൾ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ വിട്ടു പോകുമോ കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അത്രയ്ക്ക് തന്നെയുള്ള ആ സൈഡിൽ. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ അണ്ടർബെല്ലിയുടെ ഈ ഒരു വേർഷൻ ചെറുതായിട്ട് എൻ്റെ അകത്തേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴാണെങ്കിൽ ഒരു മെനകേട് ഇതാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ബോൾട്ട് കാര്യങ്ങൾ നമ്മൾ ഈ റേഡിയേറ്ററിൻ്റെ ഇപ്പുറത്തെ സൈഡിലുള്ള പോർഷൻ്റെ അകത്തുനിന്ന് ഒരു ക്ലാമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്തേക്കാണ് നമ്മൾ ഈ ഒരു ബോൾട്ട് കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് അണ്ടർബെല്ലിയിലെ വന്നേക്കണ ആ ബോൾട്ടിലേക്ക് നമ്മൾ ഇവിടെ ഒരു സ്ക്രൂവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് മുറുക്കണം. അപ്പോൾ അത്രയ്ക്ക് തന്നെ ഉള്ളൂ ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ. വേറെ അത്രയും വലിയ കാര്യമായിട്ടുള്ള പണിയും കാര്യങ്ങളൊന്നുമില്ല. റേഡിയേറ്ററിൻ്റെ അകത്തായതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ആൾക്കാർ വലിയ കാണോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ നീറ്റായിട്ട് ഇരുന്നോളും. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ മെയിൻ ചെയ്തേക്കണമെന്ന് ബാക്കിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. NSൻ്റെ ബാക്കിലെ വേർഷൻ ഇത് മുമ്പുണ്ടായ ഒരു കിറ്റാണ്. അപ്പോൾ അത് നമ്മൾ നൈസായിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇവിടെ മൊത്തം ഒന്ന് MCയിലും വെച്ച് കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് അടച്ച്. ഇനിയിപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് അധികം ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇതിപ്പോൾ നൈസായിട്ട് കട്ട് ചെയ്യുകയെന്ന് വെച്ചാൽ എൻ്റെ അടിയിൽ അണ്ടർ സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, 2 എക്സോസും ഉണ്ട്. അപ്പോൾ അത് നാളെ നാളത്തേക്ക് അണ്ടർ സീറ്റ് എക്സോസ് സെറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ എക്സോസ് കുറച്ച് പുറത്തേക്ക് തള്ളി രീതിയിൽ വെക്കാന്നുള്ളൊരു മൂഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി ലുക്ക് കിട്ടുമല്ലോ. ഇതാണിപ്പോൾ വണ്ടിയുടെ ലുക്ക് എന്ന് പറയുന്നത്. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളും. RSൻ്റെ അണ്ടർബെല്ലി കുറേ പേര് ചോദിച്ചായിരുന്നു എങ്ങനെ സെറ്റ് ചെയ്യണ വീഡിയോയും കാര്യങ്ങളൊക്കെ ഒന്ന് അയച്ചു തരാമോ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ എന്തായാലും ഒരു വീഡിയോ ആയിട്ട് അങ്ങോട്ട് ചെയ്യാൻ ഓർത്ത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ എത്തും. നല്ല കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ നേടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ വീഡിയോ. എന്തായാലും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.